നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം അടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെൽസി ചർച്ചകൾ നടത്തുന്നു എമിലിയാനോ മാർട്ടിനസുമായിട്ട്. മാർട്ടിനസിനെ ചെൽസിയിലേക്ക് ഓഫർ ചെയ്തിരിക്കുന്നു. ഒരു ലേറ്റ് മൂവ് ചെൽസി ഇപ്പോൾ അത് പരിഗണിക്കുന്നു. നമുക്കറിയാലോ, ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ചെൽസി ഫുൾഹാമിനെ പരാജയപ്പെടുത്തിയെങ്കിലും ഗോൾ കീപ്പറുടെ എറർ വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു. ആ ഘട്ടത്തിൽ ഗാരി നെവിലിനെ, ജെയ്മി കാരഗർ തുടങ്ങിയവരൊക്കെ നിരീക്ഷിച്ചൊരു കാര്യമാണ്, എമി മാർട്ടിനസിനെ പോലൊരു ഗോൾ കീപ്പർ ചെൽസിക്കുണ്ടെങ്കിൽ അതവർക്ക് ഈ സീസണിൽ ഗുണം ചെയ്യുമെന്ന്. അത് ആ ഫുട്ബോൾ എക്സ്പെർട്ടുകളുടെ നിരീക്ഷണം മാത്രം, മുൻ താരങ്ങളുടെ നിരീക്ഷണം മാത്രമെന്നാണ് നമ്മൾ കരുതിയതെങ്കിൽ തെറ്റി. ഇപ്പോൾ ചെൽസിയും അതേ രൂപത്തിൽ കാര്യങ്ങൾ പരിഗണിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഡേവിഡ് ഓൺസ്റ്റീൻ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ നല്ല വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനയും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, എമി മാർട്ടിനസിനായിട്ട് ചെൽസി നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു. ചെൽസി ആർ ഇൻ നെഗോസിയേഷൻസ് വിത്ത് എമിലിയാനോ ദിബു മാർട്ടിനസ് ക്യാമ്പ് ഓവർ പോസിബിൾ ലേറ്റ് മൂവ്. അതാണ് ഫബ്രിസിയോയുടെ റിപ്പോർട്ട്. ചെൽസി ഇപ്പോൾ എമിലിയാനോ മാർട്ടിനസിൻ്റെ ക്യാമ്പുമായിട്ട് നെഗോസിയേഷൻസിലാണ്. ഒരു നീക്കത്തിനുള്ള സാധ്യത ആരാഞ്ഞുകൊണ്ട് അർജന്റീൻ ഗോൾ കീപ്പറെ ചെൽസി FC ഓഫർ ചെയ്തിരുന്നു. കാരണം സിയോൺ സുസൂക്കി ഇപ്പോൾ ആസ്റ്റൺ വില്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും ഇനി അവിടെ സ്റ്റാർട്ടിംഗ് ഗോൾ കീപ്പർ. അപ്പോൾ അതുകൊണ്ട് തന്നെ താരത്തിന് അവിടെ നിന്ന് പോവേണ്ടി വരും. എമി മാർട്ടിനസ് ഓൾറെഡി തന്നോട് പുതിയ ചലഞ്ചുകൾ ഏറ്റെടുക്കാനാണ് ആഗ്രഹമെന്ന് തുറന്ന് പറഞ്ഞതായിട്ട് ഉനായ് എമറി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഈ ഒരു ഓഫർ ഇങ്ങനെ കാണാൻ. ഏതായാലും ടോക്സ് ഓൺ ഗോയിങ്, ചെൽസി കൺസിഡറിങ് ദിസ് ഓപ്ഷൻ, ദിബു കീൻ എന്നാണ് ഫബ്രിസിയോയുടെ റിപ്പോർട്ട്. ചെൽസി ഒരു ഓപ്ഷൻ കൺസിഡർ ചെയ്യുന്നു. എമിലിയാനോ മാർട്ടിനസ് ആണെങ്കിൽ വളരെ കീനായിട്ട്, വളരെ ആകാംക്ഷയോടുകൂടി ഈ മൂവിന് റെഡിയായിട്ട് നിൽപ്പാണ്. യെസ്, അങ്ങനെയെങ്കിൽ ഒരു ലേറ്റ് മൂവ് എമിലിയാനോ മാർട്ടിനസ് ടു ചെൽസി എന്നുള്ളത് സംഭവിക്കാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. കാത്തിരിക്കാം ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ വരാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.